ജസ്റ്റിൻ സാറേ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഓഡിബിൾ അല്ലേ? അതെ അതെ. സാറിനൊരു 7:05 ആകുമ്പോഴേക്ക് ഫ്ലോർ കിട്ടുവേ. ഓ ശരി ശരി. ഗുഡ് മോർണിംഗ് ആൾ. കേൾക്കുന്നുണ്ടോ സുഭാഷ് സാർ? കേൾക്കാണ്ട്. ഓക്കെ ഓക്കെ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ശ്യാം സാർ. ഗുഡ് മോർണിംഗ്. ബേബി സാറേ, നമസ്കാരം. നമസ്കാരം സർ. നമസ്കാരം. എന്താ വിശേഷം? നല്ല വിശേഷം തന്നെ. Good morning. Good morning, all friends. Good morning. ഗുഡ് മോർണിംഗ്.
Shyam ji, Subhash ji, good morning. Good Good morning. morning, Good morning. good morning. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Good morning to all. The meeting in connection with the 7 a.m. morning drive is hereby called to order. I invite ZD program JC JFM Deepak sir to welcome speech. താങ്ക് യു ചെയർമാൻ. സോൺ 28-ന്റെ മോർണിംഗ് 7 AM ഡ്രൈവില് എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രോഗ്രാം ഏകദേശം ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ചെയർമാൻ സുഭാഷ് നായർ, നമ്മുടെ സോണിന്റെ ഫ്യൂച്ചർ കോർഡിനേറ്ററും, അദ്ദേഹത്തെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ സോൺ 28 പ്രോഗ്രാമിന്റെ തുടക്കക്കാരനും ട്രെയിൻ മേഖലയിൽ ഡയറക്ടറുമായ ഡോക്ടർ ഹിഷാം സാറിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സോൺ 28-ന്റെ സെക്രട്ടറി ചിത്ര മേഡത്തിന്റെ അഭാവത്തിലും അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വൈബ്രന്റ് ട്രെയിനർ, ഗാലക്സി ഓഫ് ട്രെയിനിങ് മേഖലയിലെ ഗാലക്സിയിലെ വൈബ്രന്റ് ട്രെയിനറായ കേരളത്തിലെ ഡോക്ടർ ജസ്റ്റിൻ തോമസ്, അദ്ദേഹം ഒരുപാട് മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചുകൊണ്ടിരിക്കുകയും അടുത്ത ആഴ്ച നമ്മുടെ സോൺ 28-ൽ വെച്ച് നടക്കുന്ന സോൺ 21-ന്റെ OBT ഔട്ട് ബൗണ്ട് ട്രെയിനിങ്ങിലും ഫാക്കൽറ്റി കൂടിയായ അദ്ദേഹം മനോഹരമാക്കാൻ വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ JCIയിലെയും JCIയിൽ ചേരാത്തതുമായിട്ടുള്ള നോൺ JCI മെമ്പർ ഈ പ്രോഗ്രാം എല്ലാ ദിവസവും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായ സ്വാഗതം. താങ്ക് യു. Thank you, Deepak sir. Good morning. ജസ്റ്റിൻ സാറിനെ പല ആളുകൾക്കും അറിയാം. അതുപോലെ തന്നെ എനിക്ക് അദ്ദേഹം വളരെ പ്രിയപ്പെട്ടവനാണ്. കാരണം എൻ്റെ ഗുരുവാണ് അദ്ദേഹം. അപ്പോ അതില് മാതാപിതാ ഗുരു ദൈവം എന്നാണല്ലോ. അപ്പോ ഗുരുവിനപ്പുറമുള്ള ആരുമില്ല. അപ്പൊ എന്തായാലും എൻ്റെ ഗുരുവിന്റെ കൂടെ ഈ പ്രോഗ്രാം ഷെയർ ചെയ്യാൻ കഴിഞ്ഞതിൽ ഞാൻ അത്രയും വലിയ സന്തോഷവാനാണ്. The 7 AM morning drive online session floor is yours, sir. Justin sir. യെസ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും 7 AM മോർണിംഗ് ഡ്രൈവിലേക്ക് ആത്മാർത്ഥമായിട്ടുള്ള സ്വാഗതം. സോൺ കോർഡിനേറ്റർ JC സുഭാഷ് നായർ ചെയർമാനാണ്. ഈ ഒരു അവസരത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾക്ക് ഒരുപാട് നന്ദി. JC ചിത്ര KS ZP, JC ഡോക്ടർ ഹിഷാം ഹൈദർ ZD ട്രെയിനിങ്, സോൺ 28-ലെ മറ്റ് ലീഡേഴ്സ്, ഈ പ്രോഗ്രാമിലേക്ക് കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇത്തരമൊരു പ്രോഗ്രാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്നെ വിളിച്ചപ്പോൾ, അത് പ്രത്യേകിച്ച് സോൺ 28-ലേക്ക് ഇത്തരമൊരു പ്രോഗ്രാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വിളിച്ചപ്പോൾ ആദ്യം മനസ്സിൽ വന്ന ചിന്ത, ട്രെയിനിങ്ങിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു സോണാണല്ലോ സോൺ 28 എന്നുള്ളതായിരുന്നു. ഏതൊരു സോണും ട്രെയിനിങ്ങിന് ധാരാളമായിട്ടുള്ള പ്രാധാന്യം കൊടുക്കുമ്പോൾ അത് ആ സോണിന്റെ വിജയത്തിലേക്ക് ആ സോണിനെ നയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ ഇന്ന് ഞാൻ ഈ
7 AM മോർണിംഗ് ഡ്രൈവിൽ സംസാരിക്കുമ്പോൾ ഒരു ചായ കുടിക്കുന്ന അല്ലെങ്കിൽ കോഫി കുടിക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ സാധാരണ രീതിയിൽ മോർണിംഗിൽ കോഫി കുടിക്കാറുണ്ട്, അതല്ലെങ്കിൽ ടീ കുടിക്കാറുണ്ട്. എല്ലാവരും കുടിക്കുന്നവരാണെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പൊ ഈ കോഫി കുടിക്കുന്ന സമയത്ത്, ടീ കുടിക്കുന്ന സമയത്ത് നമുക്കതിന്റെ പൂർണ്ണമായിട്ടുമുള്ള ടേസ്റ്റ് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോഫി സിപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ ടീ സിപ്പ് ചെയ്ത് കുടിക്കുന്നു. ആ സമയത്ത് അതിൻ്റെ ഉള്ളിലുള്ള ഇൻഗ്രീഡിയൻസിന്റെ ടേസ്റ്റ് എൻ്റെ വായിൽ എനിക്ക് കിട്ടുന്നുണ്ടോ? മിൽക്കിന്റെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഷുഗറിന്റെ ആയിക്കോട്ടെ, അതല്ലെങ്കിൽ കോഫി പൗഡറിന്റെ ആയിക്കോട്ടെ, ടീ പൗഡറിന്റെ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ആ ടേസ്റ്റ് എനിക്ക് ശരിക്കും ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. പലപ്പോഴും നമ്മൾ കോഫി കുടിക്കുമ്പോൾ വളരെ പെട്ടെന്ന് കുടിക്കും. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ്, ഞാൻ ചെയ്യുന്ന ഒരു കാര്യം അത് പൂർണ്ണമായിട്ടും ആസ്വദിച്ച് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഈ മോർണിംഗ് ടൈമില് പ്രിയപ്പെട്ട എൻ്റെ എല്ലാ സുഹൃത്തുക്കളോടും എനിക്ക് ചോദിക്കാറുള്ളത്. അങ്ങനെ ആസ്വദിച്ച് ചെയ്യുന്ന കാര്യം ആസ്വദിച്ച് ചെയ്യുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ സാധാരണ പറയുന്ന ഒന്നാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയും. ഞാനിപ്പോൾ ചെയ്യുന്ന കാര്യം, ഇപ്പോൾ ഉദാഹരണം, ഞാൻ ട്രെയിനിങ് എടുക്കുന്നു. ഈ എടുക്കുന്ന ട്രെയിനിങ് എനിക്ക് ആസ്വദിച്ച് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ മൈൻഡ്ഫുൾ ആയിട്ടായിരിക്കും ഈ ട്രെയിനിങ് എടുക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. ഈ മൈൻഡ്ഫുൾ ആയിട്ട് നമുക്കൊരു കാര്യം ചെയ്യണമെങ്കിൽ നമ്മുടെ മനസ്സ് ശാന്തമായിരിക്കണം. അപ്പോ ഇന്നത്തെ ഒരു ദിവസം നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കണം, ഇന്നത്തെ ദിവസം എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് മോർണിംഗ് ആണ്. നമ്മുടെ മനസ്സ് ശാന്തമാക്കി നമ്മൾ ഒരു നല്ല ദിവസം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ എല്ലാ ദിവസവും നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പൊ എല്ലാ ദിവസങ്ങളും നല്ല ദിവസങ്ങളായിരിക്കും. ഞാൻ സാധാരണ രീതിയിൽ ഇങ്ങനെ പറയാറുണ്ട്, എൻ്റെ എല്ലാ ദിവസങ്ങളും നല്ല ദിവസമാണ്. ഇവിടെ എന്നെ വളരെയധികം കാലമായിട്ട് പരിചയമുള്ള സോൺ 22-ലെ പ്രിയപ്പെട്ടവരുണ്ട്. ഇവരോടൊക്കെ ഞാൻ ഏതെങ്കിലുമൊക്കെ സമയത്ത് ട്രെയിനിങ് എടുക്കുന്ന സമയങ്ങളിലൊക്കെ ഞാൻ കൃത്യമായിട്ട് പറയുന്നൊരു കാര്യം, എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ എല്ലാ ദിവസങ്ങളും നല്ല ദിവസങ്ങളാണ്. അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്കൊരു ടൈം ടേബിൾ ഉണ്ട്. ഈ ടൈം ടേബിള് ഒരുപാട് ബുദ്ധിമുട്ടുള്ളൊരു ടൈം ടേബിൾ ഒന്നുമല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ടൈം ടേബിളാണ്. ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യം ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്, ഒരു കുറച്ച് സമയം ഉറക്കം തെളിഞ്ഞിട്ട് കിടക്കും, ബെഡിൽ കിടക്കും. ബെഡിൽ കിടന്നിട്ട് മനസ്സിനെ കംപ്ലീറ്റ് പോസിറ്റീവ് ആക്കും. കാരണം തലേ ദിവസം സംഭവിച്ചതും അല്ലെങ്കിൽ ഇന്ന് സംഭവിക്കാൻ സാധ്യതയുള്ളതുമായ എല്ലാ കാര്യങ്ങളും നമ്മുടെ തലയിലേക്ക് കയറി വരും. ശരിയല്ലേ? നമ്മൾ സാധാരണ രീതിയിൽ ഉറക്കം തെളിഞ്ഞു കഴിയുമ്പോൾ ഇതെല്ലാം നമ്മുടെ തലയിലേക്ക് കയറി വരും. അങ്ങനെ കയറി വരുന്ന കാര്യങ്ങൾ നെഗറ്റീവ് ആയിരിക്കാം, പോസിറ്റീവ് ആയിരിക്കാം, എന്തുമായിക്കോട്ടെ. പക്ഷെ എനിക്കൊരു കൃത്യമായ ഷെഡ്യൂൾ ഉണ്ട്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ മനസ്സിൽ കുറെ അധികം സെൽഫ് അഫർമേഷൻസ് പറയും. അപ്പൊ ഞാൻ പറയും, ഞാൻ മിടുക്കനാണ്, ഞാൻ കഴിവുള്ള വ്യക്തിയാണ്, നല്ല എനർജറ്റിക് ആണ്, ഇന്നത്തെ എൻ്റെ ദിവസം നല്ല ദിവസമായിരിക്കും, ഞാൻ ഹെൽത്തിയാണ്. ഇങ്ങനെയുള്ള കുറെ സെൽഫ് അഫർമേഷൻസ് എൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കടത്തിവിടും. ഞാൻ വെറുതെ കടന്നുകൊണ്ട് അതിനുശേഷം പോസിറ്റീവ് വിഷ്വലൈസേഷനും കാണും. എന്താ പോസിറ്റീവ് വിഷ്വലൈസേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നത്തെ ദിവസം എന്ത് സംഭവിക്കണം. ഇന്ന് ഞാൻ കണ്ടിരിക്കുന്നത് ഈ ട്രെയിനിങ് പ്രോഗ്രാം ഭംഗിയായിട്ട് നടക്കുന്നു. ഇന്നത്തെ ദിവസം എനിക്ക് കുറച്ചധികം പ്രോഗ്രാമുകളുണ്ട്, ആ പ്രോഗ്രാമുകളൊക്കെ ചെയ്യുന്നു. ഇങ്ങനെ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും, മനസ്സിൽ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്ത് കാണും. ഇതിനെല്ലാത്തിനും കൂടി എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഒരു 6-7 മിനിറ്റ്, ലെസ് ദാൻ 10 മിനിറ്റ്സ്. അപ്പൊ ഈ 10 മിനിറ്റ് സമയം കൊണ്ട് മനസ്സിലേക്ക് സെൽഫ് അഫർമേഷൻസ് ധാരാളമായിട്ട് കൊടുക്കുന്നു. മറ്റൊന്നെന്ന് പറയുന്നത് വിഷ്വലൈസേഷൻ കൃത്യമായിട്ട് കാണുന്നു. ഈ 2 കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കിനും എൻ്റെ മനസ്സ് ശാന്തമായി, എൻ്റെ മനസ്സ് വളരെ കൂളായി. പിന്നെ ചായ എടുത്ത് കുടിക്കുന്ന സമയത്ത് അതിന്റെ മുഴുവൻ ടേസ്റ്റും മനസ്സിലാക്കി കുടിക്കാൻ പറ്റും. അതാണ് മൈൻഡ്ഫുൾനെസ്. മനസ്സ് ശാന്തമാണെങ്കിൽ മൈൻഡ്ഫുൾനെസ് ഓട്ടോമാറ്റിക്കലി സംഭവിക്കും. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനുശേഷം എഴുന്നേറ്റതിന് ശേഷം എല്ലാ ദിവസവും മുടക്കമില്ലാതെ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്, പോയിട്ട് 2 ഗ്ലാസ് വെള്ളം കുടിക്കും. നമുക്കറിയാം, പ്രീബയോട്ടിക്സ്, പ്രോബയോട്ടിക്സ് എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റുകളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ വായില്
പോസിറ്റീവ് ആയിട്ടുള്ള ബാക്ടീരിയാസ് പല്ല് തേക്കാതെ കുടിക്കുന്നത്. അപ്പൊ ആരിങ്ങനെ വിചാരിക്കരുത് എന്ന് വിചാരിക്കരുത്. അപ്പം എന്താണ് ഈ വായിലെ പോസിറ്റീവ് ബാക്ടീരിയാസ് ഒക്കെ എന്താണ് ഉള്ളിലേക്കൊന്ന് കടക്കട്ടെ. അതിന്റെ ഗുണം എനിക്കുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെയാണ് അത് ചെയ്യാറ്. അപ്പോ ഇതിന് ശേഷം നിർബന്ധമായിട്ടും കുറച്ച് എക്സസൈസ് ചെയ്യുക എന്നുള്ളത് എനിക്ക് നിർബന്ധം. ജിമ്മിൽ പോകാറുണ്ട്. അപ്പൊ ഇവിടെ അടുത്ത് തന്നെ ഒരു ജിമ്മുണ്ട്. അതല്ലെങ്കിൽ പോകാൻ പറ്റുന്നില്ലെങ്കിൽ കുറച്ച് യോഗ കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പൊ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ എക്സസൈസ് എന്ന് പറയുന്നത് നമ്മൾ വീട്ടുജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓക്കെ ആവില്ല. പ്രത്യേകിച്ച് ലേഡീസ് ഞാനുമായിട്ട് തർക്കിക്കാനുള്ള ഒരു കാര്യമാണ്. ഞാൻ പറയും എക്സസൈസ് എന്ന് പറയുന്നത് നമ്മുടെ ഓരോ ജോയിന്റ്സും കൃത്യമായിട്ട് മൂവ് ചെയ്യുന്ന രീതിയിൽ തന്നെ എക്സസൈസ് ചെയ്യണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു എക്സസൈസ് തന്നെ ചെയ്തിട്ടുണ്ട്. ജസ്റ്റിൻസ് ഹബ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അതിൻ്റെ അകത്ത് വേറെ ഒന്നുമല്ല, അതിന്റെ പേര് കൊടുത്തിരിക്കുന്നത് പൊണ്ണത്തടി കുറയ്ക്കാം എന്ന് പറയുന്ന ഒരു പേരാണ്. അത് ആരെയും എന്താണ് ഫീൽ ചെയ്യിപ്പിക്കാൻ വേണ്ടൊന്നുമല്ല. അതിന്റെ അകത്ത് ആണ് ഈ എക്സസൈസ് കൊടുത്തിരിക്കുന്നത്. 2-3 സെറ്റ് എക്സസൈസുകൾ കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ചെയ്താൽ മതി. നമ്മൾ ഈ എക്സസൈസ് എന്ന് പറയുന്നത് ഒരുപാട് സമയം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്താണ് സ്കിപ്പിംഗ് ആവാം, അതല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള എക്സസൈസുകൾ. പക്ഷെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുടെ എല്ലാ ജോയിന്റ്സും ഒന്ന് എക്സസൈസ് ചെയ്ത് ഓക്കെ ആക്കിയതിനു ശേഷം വേണം അതിലേക്ക് കടക്കാൻ എന്നുള്ളതാണ്. അപ്പോ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഇങ്ങനെ തുടങ്ങുന്ന ഒരു ദിവസത്തില് ഞാൻ ചില കാര്യങ്ങൾ ഇങ്ങനെ എന്താണ് പ്രാവർത്തികമാക്കാറുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ഒന്ന് ചർച്ച ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്കറിയാം, സ്റ്റീഫൻ ആർ കോവയുടെ മനോഹരമായ ബുക്കാണ് ദ 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ. അതിൽ 2ാമത്തെ ഹാബിറ്റ് ആണ് ബിഗിൻ വിത്ത് ദ എൻഡ് ഇൻ മൈൻഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. എന്തൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പും അതൊന്ന് വിഷ്വലൈസ് ചെയ്ത് കണ്ട് അത് ഭംഗിയായിട്ട് നടക്കുന്നതായിട്ട് മനസ്സിൽ കണ്ടതിന് ശേഷം ചെയ്യണമെന്നുള്ളതാണ് ഈ ഒരു കോൺസെപ്റ്റിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇത് ഞാൻ കൃത്യമായിട്ട് പ്രാവർത്തികമാക്കാറുണ്ട്. എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും നിർബന്ധമായിട്ടും ഏതൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പും അത് ഭംഗിയായിട്ട് പര്യവസാനിക്കുന്നത് മനസ്സിൽ കണ്ടിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ കാര്യം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ബേസിക്കലി ഉണ്ടായിരിക്കേണ്ട ചില ആറ്റിറ്റ്യൂഡ്, എനിക്കും നിങ്ങൾക്കും നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ട ചില ആറ്റിറ്റ്യൂഡുകളെ കുറിച്ച് കൂടി ഇവിടെ ഒന്ന് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. നമ്മുടെ ലൈഫ് വളരെ സ്മൂത്ത് ആയിട്ട് പോകുന്നതിന് ഏറ്റവും ഉചിതം എന്ന് പറയുന്നത് ചർച്ചകളുടെ വ്യക്തികളാവുക എന്നുള്ളതാണ്. ചർച്ചകൾ എന്ന് പറഞ്ഞാൽ ഡിസ്കഷൻ, ആർഗ്യുമെന്റ്സ് നമുക്ക് വേണ്ട. ഞാൻ ചിന്തിക്കുന്ന കാര്യം ശരിയാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ അവകാശമുള്ളതുപോലെ മറ്റൊരാൾ ചിന്തിക്കുന്ന കാര്യം ശരിയാണെന്ന് വിശ്വസിക്കാൻ അയാൾക്കും അവകാശമുണ്ട്, അല്ലെ? ഇതൊരു വസ്തുതയാണ്. ഞാൻ പറയുന്ന കാര്യം ശരിയാണെന്ന് വിശ്വസിക്കാൻ എനിക്ക് അവകാശമുള്ളതുപോലെ മറ്റൊരാൾ പറയുന്ന കാര്യം ശരിയാണെന്ന് വിശ്വസിക്കാൻ അയാൾക്ക് അവകാശമുണ്ട്. ഇതൊരു വസ്തുതയാണ്. ഞാൻ പ്രവർത്തിക്കുന്ന കാര്യം ശരിയാണെന്ന് വിശ്വസിക്കാൻ എനിക്ക് അവകാശമുള്ളതുപോലെ മറ്റൊരാൾ പ്രവർത്തിക്കുന്ന കാര്യം ശരിയാണെന്ന് വിശ്വസിക്കാൻ അയാൾക്കും അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് ഞാൻ വാശി പിടിച്ചാല് അതെന്തായി മാറി? അത് ആർഗ്യുമെന്റ് ആയി. ഞാൻ നേരത്തെ സൂചിപ്പിച്ച 3 കാര്യങ്ങളുമാണ് നമ്മളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നതെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത് പോലെ അയാൾക്കും ചിന്തിക്കാം, ഞാൻ പറയുന്നത് പോലെ അയാൾക്കും സ്വാതന്ത്ര്യമുണ്ട് പറയാന്, ഞാൻ പ്രവർത്തിക്കുന്നത് പോലെ അയാൾക്കും സ്വാതന്ത്ര്യമുണ്ട് പ്രവർത്തിക്കാൻ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ കാര്യങ്ങൾ ഭംഗിയായിട്ട് പോകും. ഇതാണ് ഡിസ്കഷന്റെ അടിസ്ഥാനം. നമുക്ക് കുറച്ചുകൂടി ഡിസ്കഷനിലേക്ക് കടക്കാമെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്കറിയാം, ഞാനൊരു NLP ട്രെയിനറാണ്, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിങ്ങിന്റെ ട്രെയിനറും കൂടിയാണ്. ഇവിടെ എൻ്റെ NLP പഠിച്ച അലക്സ് ഉൾപ്പെടെയൊക്കെയുള്ള ഒരുപാട് ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ എല്ലാവരെയും കണ്ടില്ല, അതുകൊണ്ട് അലക്സിന് മെസ്സേജ് ഇട്ടത് അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഓർത്തത്. അപ്പോ ഈ NLPയിൽ ചില അസംഷൻസ് ഉണ്ട്, പ്രീ സപ്പോസിഷൻസ് എന്ന് പറയുന്ന ചില അസംഷൻസ് ഉണ്ട്. അതിൽ 1-2 കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാം. നമ്മുടെ അനുദിന ജീവിതത്തിൽ എപ്പോഴും നമുക്ക് ഉപകാരപ്പെടുന്നതാണ്. അതിൽ ഒന്ന്, റെസ്പെക്ട് അതർ പേഴ്സൺസ് മോഡൽ ഓഫ് ദി വേൾഡ് എന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരും വളർന്നു വന്നൊരു സാഹചര്യമുണ്ട്, അതിനെ നമ്മളൊന്ന് മനസ്സിലാക്കണം. അതിനെ മനസ്സിലാക്കി അതിനെ റെസ്പെക്ട് ചെയ്യുമ്പോൾ നമ്മുടെ വൈഫിനെ നമുക്ക് റെസ്പെക്ട് ചെയ്യാൻ പറ്റും, നമ്മുടെ ഹസ്ബൻഡിനെ നമുക്ക് റെസ്പെക്ട് ചെയ്യാൻ പറ്റും, നമുക്ക് ചുറ്റുമുള്ള എംപ്ലോയീസിനെ റെസ്പെക്ട് ചെയ്യാൻ പറ്റും, നമുക്ക് ചുറ്റുമുള്ള മറ്റു മനുഷ്യരെ റെസ്പെക്ട് ചെയ്യാൻ പറ്റും, നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെ റെസ്പെക്ട് ചെയ്യാൻ പറ്റും. കാരണം അവരൊക്കെ വളർന്നു വന്നിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെയാണ്. അവർക്കൊക്കെ ഒരു ചെറുപ്പകാലം ഉണ്ടായിരുന്നു, അതിനുശേഷം അവർ വളർന്നു വന്നു. അപ്പോ റെസ്പെക്ട് അതർ പേഴ്സൺസ് ദ മോഡൽ ഓഫ് ദി വേൾഡ്. ആ വ്യക്തി എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് അതിനെ ഒന്ന് റെസ്പെക്ട് ചെയ്യാൻ കൂടി നമ്മൾ പഠിക്കുക. ഇനി മറ്റൊന്ന്, നമുക്കൊരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവണം എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഫ്ലെക്സിബിലിറ്റി അനുദിന ജീവിതത്തിൽ വിജയിക്കാൻ
ഇന്ന് ചെയ്യുന്ന കാര്യം നാളെയും ചെയ്യുകയാണെങ്കിൽ ഇന്ന് കിട്ടുന്ന റിസൾട്ട് ആയിരിക്കും നാളെയും കിട്ടുക. നാളെ കിട്ടുന്ന റിസൾട്ട് മാറി വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇന്ന് ചെയ്യുന്ന കാര്യം മാറി ചെയ്യണം. അത്രേ ഉള്ളൂ. ഇന്ന് ചെയ്യുന്ന കാര്യം നാളെയും ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഒരുപോലെ ആയിരിക്കും. നാളെയും കിട്ടുന്ന റിസൾട്ട് ഒരുപോലെ ആയിരിക്കും. അപ്പൊ നമ്മൾ മാറി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു കപ്പാസിറ്റി ഉണ്ടാവണം. മാറി ചെയ്യുക. അപ്പോൾ ഒരു കാര്യം വർക്കൗട്ട് ആവുന്നില്ലെങ്കിൽ മാറി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. ഇത് NLP പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, മറ്റുള്ളവരെ നമ്മൾ റെസ്പെക്ട് ചെയ്യുക, അവരായിരിക്കുന്ന അവസ്ഥയെ നമ്മളൊന്ന് റെസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. രണ്ടാമത്തേത് ഫ്ലെക്സിബിൾ ആവുക. നമുക്ക് ചില അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മളൊരു ഗോള് സെറ്റ് ചെയ്തു, ആ ഗോള് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കരുതെന്നല്ല, പരിശ്രമിച്ചേ പറ്റുള്ളൂ, ആ ഗോളിലേക്ക് തന്നെ പോകണം. പക്ഷെ ചില കാര്യങ്ങൾ വർക്കൗട്ട് ആവുന്നില്ലെങ്കിൽ നിർബന്ധമായിട്ട് നമ്മളെന്ന് പറയുന്ന വ്യക്തി അതിനെ മാറ്റിപ്പിടിക്കണം. ഇതൊരു ആറ്റിറ്റ്യൂഡിന്റെ ഭാഗമാണ്. വേറെ ഒരു കാര്യം കൂടിയുണ്ട്. മറ്റുള്ളവരെ മനസ്സിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് NLPയുമായി ബന്ധപ്പെട്ട് മാപ്പ് ഈസ് നോട്ട് ദ ടെറിട്ടറി എന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഭൂപടം ഭൂപ്രദേശമല്ല എന്ന് പറയാറുണ്ട്. അതിനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, സ്ഥിരമായിട്ട് നമ്മളിപ്പോ പറയുവാണ് ഡൽഹി എന്ന് പറയുന്ന ഒരു സ്ഥലം. ആ ഡൽഹി എന്ന് പറയുന്ന സ്ഥലം അതിന്റെ മാപ്പ് നമുക്ക് കംപ്ലീറ്റ് അറിയാം. പക്ഷേ അവിടെ നമ്മൾ പോയിട്ടില്ല. പക്ഷെ അവിടെ പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇതാണ് ഡൽഹി എന്ന് പറയുന്ന സ്ഥലം കൃത്യമായിട്ട്. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ കാണുമ്പോൾ, നമ്മൾ ആദ്യം കാണുമ്പോൾ അതൊരു മാപ്പ് മാത്രമാണ്. ആക്ച്വലി അദ്ദേഹത്തിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട പൂർണ്ണമായിട്ടുള്ള അവസ്ഥ നമുക്ക് മനസ്സിലാക്കുക. പ്രത്യേകിച്ച് ഈ സ്കൂളിലൊക്കെ ടീച്ചേഴ്സ് പിള്ളേരെ കുറിച്ച്, ഞാൻ ടീച്ചേഴ്സിനെ ബ്ലെയിം ചെയ്യാനൊന്നുമല്ല കേട്ടോ, അങ്ങനെയൊന്നുമല്ല. പക്ഷെ കുട്ടികൾ ഉഴപ്പുന്ന സമയത്ത് നീ ഉഴപ്പനാണെന്നൊക്കെ പറയാറുണ്ട്, നമ്മളൊക്കെ പറയാറുണ്ട്. പക്ഷെ ആ കൊച്ചിന്റെ ശരിക്കുമുള്ള ബാക്ക്ഗ്രൗണ്ടിലേക്ക് നമ്മൾ പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ആ കുട്ടിക്ക് കുറേയധികം വിഷയമുണ്ട്. അതാണ് ടെറിട്ടറി, അതാണ് ഭൂപ്രദേശം. മാപ്പ് എന്ന് പറയുന്നത് ആ കുട്ടി നമ്മുടെ മുമ്പിൽ എങ്ങനെയാണോ ആ കുട്ടി നിൽക്കുന്നത് അതാണ്. അപ്പോ ഇങ്ങനെയുള്ള ചില ആറ്റിറ്റ്യൂഡുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും നല്ലതാണ്. അതിന് എനിക്ക് തോന്നുന്നൊരു സജഷൻ എന്ന് പറയുന്നത്, അനുദിനം നമ്മൾ ലേണിങ്സ് ധാരാളമായിട്ട്, ആ ടൈം ടേബിളിൽ ഞാൻ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന കാര്യം, എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പുതിയതായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. എല്ലാ ദിവസവും നമുക്ക് പഠിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ കിട്ടും. അപ്പൊ എന്തെങ്കിലും ഒന്ന് പഠിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ആറ്റിറ്റ്യൂഡ് കുറച്ചുകൂടി ബെറ്റർ ആവും, നമ്മുടെ തോട്ട്സ് പോസിറ്റീവ് ആവും, നമ്മുടെ വേർഡ്സ് പോസിറ്റീവ് ആവും, നമ്മുടെ ആക്ഷൻസ് പോസിറ്റീവ് ആകുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നുകൊള്ളും. പിന്നെ ഈ ടൈം ടേബിളിൽ എനിക്കുള്ള ടൈം ടേബിളിൽ ഞാൻ മറ്റു ചില കാര്യങ്ങൾ കൂടി ചെയ്യാറുണ്ട്. അതെന്ന് പറയുന്നത് ഫാമിലി മെമ്പേഴ്സുമായിട്ട് സംസാരിക്കാനുള്ള സമയം എങ്ങനെയാണെങ്കിലും കണ്ടെത്തുന്നുള്ളതാണ്. അത് ഇവിടെയാണെങ്കിലും പുറത്താണെങ്കിലും ഒക്കെ സംസാരിക്കും. നമുക്കറിയാം പല കുടുംബങ്ങളിലും പ്രശ്നം എന്ന് പറയുന്നത് സംസാരമില്ലായ്മ. പ്രത്യേകിച്ച് ലേഡീസ് ഒക്കെ ഒരുപാട് കംപ്ലൈന്റ് പറയുന്നത് അത് ഹസ്ബൻഡിന് അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിന് സംസാരിക്കാനുള്ള സമയമില്ല എന്നുള്ളതാണ്. അതൊന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കൂടി നമ്മളൊന്ന് ശ്രമിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് നിർബന്ധമായിട്ട് കഴിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്ന ഒരാളാണ്. ഭക്ഷണം കൃത്യമായിട്ട് ഒരു 3 നേരം കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രമിക്കണം. വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഒരു മെഡിറ്റേഷനാണ്. ലൈഫിൽ എപ്പോഴും നമ്മുടെ മനസ്സിനെ സ്റ്റേബിൾ ആക്കി നിർത്തുന്നതിന് വേണ്ടിയിട്ട് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ പറയുന്ന ഒരാളാണ്. അപ്പം രാത്രിയിലും അതോടൊപ്പം തന്നെ മോർണിംഗ് ടൈമിലും മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച യൂട്യൂബ് ചാനലിൽ മെഡിറ്റേഷൻ പാർട്ട് 1 എന്ന് പറയുന്ന ഒരു മെഡിറ്റേഷൻ ഉണ്ട്. ജാർ മെഡിറ്റേഷൻ എന്ന് പറയുന്ന ഒരു മെഡിറ്റേഷനും അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ഒരു സമയത്ത് പ്രാക്ടീസ് ചെയ്യാം. വേറൊരു കാര്യം, എത്ര സമയം നമുക്ക് ജോലി ചെയ്യണമെങ്കിലും കുഴപ്പമില്ല, ഒരു കാര്യം ഉറപ്പാക്കുക, 7 മണിക്കൂർ സമയം നമ്മൾ കിടന്ന് ഉറങ്ങുന്നുണ്ട് എന്ന് കൂടി ഉറപ്പാക്കുക. അതിൻ്റെ അകത്ത് യാതൊരു സംശയമില്ല. അപ്പൊ ഈ ഉറക്കം എന്ന് പറയുന്നത് ആണല്ലോ നമ്മുടെ ബ്രെയിനിന്റെ റിപ്പയറിംഗ് വർക്ക് എല്ലാം നടക്കുന്നതിനുള്ള കാരണം, അല്ലെങ്കിൽ നടക്കുന്ന സമയം എന്ന് പറയുന്നത് നമ്മുടെ എൻ്റയർ ബോഡിയുടെ റിപ്പയറിംഗ് വർക്ക് നടക്കുന്നത് ഉറങ്ങുമ്പോഴാണല്ലോ. അപ്പൊ ഇത് ഉറക്കത്തിനും കൂടി ഒരു വലിയ പ്രാധാന്യം കൊടുക്കുക. പിന്നെ നമുക്കറിയാം ഈ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ കുറിച്ച് ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരു 16 മണിക്കൂറിന്റെ ഒരു സമയം നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ വൈകുന്നേരത്തെ ഭക്ഷണവും പിറ്റേ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റും തമ്മിൽ കൊടുക്കുന്ന ഒരു കോൺസെപ്റ്റ്. ഇതൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ധാരാളമായിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നതോടെ നമ്മുടെ ഹെൽത്ത് കുറച്ചുകൂടി ബെറ്റർ ആവും.
ഇനി ഈ ഒരു അവസരത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുക. അതായത് ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ അതിനെ പെട്ടെന്ന് അങ്ങോട്ട് ഇറേസ് ചെയ്ത് കളഞ്ഞേക്കുക. അത് ഇറേസിംഗ് മെത്തേഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഇറേസിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് അതിങ്ങനെയാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ണടയ്ക്കാമോ? ഒന്ന് കണ്ണടച്ചു കഴിഞ്ഞാൽ ഞാനതൊന്ന് ചെയ്യിപ്പിക്കാം. സ്വസ്ഥമായിട്ടിരിക്കുക, ഒന്ന് കണ്ണടയ്ക്കുക. മറക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മുഖത്തിന് മുമ്പിലായിട്ട് ഒന്ന് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുകയും, അത് ഒരു മൂവി ആയിട്ടാണ് കാണുന്നതെങ്കിൽ അതിനെ ഒരു സ്റ്റിൽ പിക്ചറാക്കി മാറ്റാമോ? നിശ്ചലമായിട്ടുള്ള ഒരു പിക്ചറാക്കി മാറ്റുക. അത് മുഖത്തിന് അടുത്താണ് കാണുന്നതെങ്കിൽ കുറച്ച് അകലേക്ക് മാറ്റി വെക്കുക. അത് കളർഫുൾ ആണെങ്കിൽ അതിനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി മാറ്റുക. ഈ സമയത്ത് എന്തെങ്കിലും പെയിൻ നെഞ്ചിൽ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ച ഏറ്റവും നല്ലൊരു കാര്യം ഒന്ന് ഓർക്കാൻ ശ്രമിക്കാമോ? അത് വിവാഹമായിരിക്കാം, അതല്ലെങ്കിൽ എന്തുമായിരിക്കാം, എന്തെങ്കിലുമായിട്ട് കുട്ടികൾ ഉണ്ടായതായിരിക്കാം, അതല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ കൂടെ ടൂർ പോയതായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ജസ്റ്റ് ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ മനസ്സിൽ ആ പെയിൻ ഉണ്ടെങ്കിൽ ആ പെയിൻ അങ്ങോട്ട് ഇല്ലാതായിക്കോളും. ഈ സമയത്ത് ചെവിയിൽ എന്തെങ്കിലും സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ, ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, ആ ശബ്ദം നെഗറ്റീവ് പിക്ചറുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മ്യൂസിക്കോ അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് ജസ്റ്റ് ഒന്ന് ചെവിയിലേക്ക് കൊണ്ടുവരിക, അതൊന്ന് കേൾക്കുക. ഈ സമയത്ത് നെഗറ്റീവ് പിക്ചറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ടേസ്റ്റ് വായിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണത്തിന്റെ ടേസ്റ്റിലേക്ക് ഒന്ന് കടന്നുകൊള്ളുക. ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണത്തിന്റെ ടേസ്റ്റ്. ഈ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സ്മെല്ല് അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ആ പിക്ചറുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സ്മെല്ല് ഉണ്ടെങ്കിൽ, ജാസ്മിൻ ഫ്ലവറിന്റെ സ്മെല്ലോ റോസ് ഫ്ലവറിന്റെ സ്മെല്ലോ ഏതെങ്കിലും ഒരു 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 ഫ്രാഗ്രൻസ് ഉള്ളിലേക്ക് എടുക്കുന്നതായിട്ടൊന്ന് ഫീൽ ചെയ്തുകൊള്ളുക. ഇനി വീണ്ടും നോക്കുക, ആ പിക്ചർ മുമ്പിലുണ്ടോ എന്ന് നോക്കുക. മിക്കവരുടെയും ആ പിക്ചർ പോയിട്ടുണ്ടാവും. ഇനിയും ആ പിക്ചർ അവിടെ നിൽപ്പുണ്ടെങ്കിൽ തൊട്ടപ്പുറത്തായിട്ട് ഒരു വൈറ്റ് ബോർഡ് വിഷ്വലൈസ് ചെയ്ത് കാണുക. അതൊരു തടി കൊണ്ടുണ്ടാക്കിയ ഒരു വൈറ്റ് ബോർഡാണ്. ആ വൈറ്റ് ബോർഡിലേക്ക് ഈ പിക്ചർ എടുത്ത് ഒട്ടിച്ചു വെക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ, ഡാർക്ക് കളർ, വൈറ്റ് ആവരുത്, ഡാർക്ക് കളർ, മറ്റു കളറുകൾ, അത് ഏതെങ്കിലും ഒരു കളർ എടുക്കുക. അതിൻ്റെ അകത്തേക്ക് ബ്രഷ് മുക്കുക. എന്നിട്ട് ആ കംപ്ലീറ്റ് വൈറ്റ് ബോർഡും ആ പിക്ചറും കൂടി അടിച്ച് ആ കളർ ഇല്ലാതാകും. ആ പിക്ചർ ഇല്ലാതാകുന്നത് പോലെ ആ വൈറ്റ് ബോർഡിന്റെ കളർ ആ കളറായിട്ട് മാറണം, ആ കളറിന്റെ കളറായിട്ട് മാറണം. അങ്ങനെ കംപ്ലീറ്റ് അടിച്ച് ഇല്ലാതാകും. ഒരു 2 കോട്ടും കൂടി അടിച്ചുകൊള്ളുക. ഓക്കെ. എന്നിട്ട് ആ ബോർഡ് എടുത്തിട്ട് തൊട്ടപ്പുറത്ത് കുറച്ച് തീ കത്തുന്നതായിട്ട് ഫീൽ ചെയ്യുക. ആ തീയിലേക്ക് ഇട്ട് കൊടുത്തേക്കുക. അത് ബേണാവുന്നു, കത്തിച്ചാമ്പലാകുന്നു, അത് പറന്ന് പുറത്തേക്ക് പോകുന്നു, കുറച്ച് അകലേക്ക് പോകുന്നതായിട്ടും ഫീൽ ചെയ്ത്. ഓക്കെ. ഇനി കണ്ണു തുറന്നോളുക. ഇനി കണ്ണു തുറന്നു കഴിയുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. നിങ്ങളുടെ ആ മെമ്മറി, ആ അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യം ഇല്ലാതായതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. അത് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി കണ്ണടയ്ക്കുക. കണ്ണടച്ചിട്ട് ആ മെമ്മറി കിടപ്പുണ്ടോ എന്ന് നോക്കുക. അതാണ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഇത് ഭംഗിയായിട്ട് നടന്നോളും. ഇപ്പം നിങ്ങൾ എടുത്തു കളഞ്ഞിരിക്കുന്ന ആ കാര്യം ഒരിക്കലും ഉണ്ടാവില്ല. ഈ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇവന്റ് ഉണ്ടാകുന്നു. ആ ഇവന്റ് അത്ര നല്ലൊരു ഇവന്റ് അല്ല. ഓക്കെ. പെട്ടെന്ന് കണ്ണടയ്ക്കുക. അതിന്റെ പിക്ചർ ഒന്ന് കാണുക. അത് മിക്കവാറും മൂവി ആയിട്ടായിരിക്കും കാണുക. ആ കാണുന്നതിനെ എന്ത് ചെയ്യുക? ഒരു സ്റ്റിൽ പിക്ചറാക്കി മാറ്റുക. സ്റ്റിൽ പിക്ചറാക്കി മാറ്റിയിട്ട് അതിനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി മാറ്റുക. എന്നിട്ട് ലാമ്പ് എടുത്തിട്ട് അതിന്റെ അടിയിൽ കത്തിച്ച് കളയുന്നതായിട്ട് ഫീൽ ചെയ്യുക. അതങ്ങോട്ട് കത്തിച്ചാമ്പലായിട്ട് പോയിക്കോളും. കാരണം മെമ്മറി എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൽ പതിയുന്നത് ഒന്നെങ്കിൽ വിഷ്വൽ ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ ശബ്ദമായിട്ടായിരിക്കും, അതല്ലെങ്കിൽ ഫീൽ ആയിട്ടായിരിക്കും, അതല്ലെങ്കിൽ ടേസ്റ്റ് ആയിട്ടായിരിക്കും, അതല്ലെങ്കിൽ സ്മെല്ലായിട്ടായിരിക്കും. അപ്പം ഇതിനെ നമ്മൾ എന്താണ് ഡീസെൻസിറ്റൈസ് ചെയ്ത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ കട്ടി കുറച്ച് മറ്റുള്ള കാര്യങ്ങൾ കൊണ്ട് അതിനെ കവറപ്പ് ചെയ്ത് ഇല്ലാതാക്കി കളഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആ മെമ്മറി അങ്ങോട്ട് ഇല്ലാതായിക്കോളും. ഈ മെമ്മറി കിടക്കുമ്പം അത് അസോസിയേറ്റഡ് ആവും. നമ്മളുമായിട്ട് ആ ഒരു ഇവന്റ് ഇങ്ങനെ വല്ലാതെ അസോസിയേറ്റഡ് ആവും. അവിടെയാണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അത് ഇല്ലാതാകും. ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചോളുക. നമ്മൾ ഈ അൺവാണ്ടഡ് ആയിട്ടുള്ള മെമ്മറീസ് ചുമന്നുകൊണ്ട് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വിഴുപ്പ് നമ്മുടെ പുറത്ത് ഇങ്ങനെ ചുമന്നുകൊണ്ട് നടക്കുന്നതായിട്ടാണ് പറയപ്പെടുക. എന്ന് പറഞ്ഞാൽ ഡേർട്ടി ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ചുമന്നുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഓർക്കുക. പിന്നെ എപ്പോഴും ഓർക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വിദ്വേഷം, പക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ വെക്കണ്ട. എല്ലാവരോടും ഒരു കുറച്ചു കാലത്തേക്കിനൊക്കെ ചില അരിശമൊക്കെ ഉണ്ടാവും, സാരമില്ല. പക്ഷെ നമ്മൾ ഒരുപാട് കാലത്തേക്കിന് അത് വെച്ചുകൊണ്ട് നടക്കണ്ട. എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് തന്നെ അത് ഇല്ലാതാക്കുക. നമ്മുടെ ഉള്ളിൽ നിന്ന് അതങ്ങോട്ട് എടുത്ത് കളഞ്ഞേക്കുക. അവരുടെ അടുത്ത് പോയി ഷെയ്ക്കാറ്റ് കൊടുക്കണമെന്നല്ല പറയുന്നത്. നമ്മുടെ ഉള്ളിൽ നിന്ന് അതങ്ങോട്ട് എടുത്ത് കളഞ്ഞേക്കുക. ഈ കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസം നിങ്ങളുമായിട്ട് സംസാരിക്കാനുള്ളത്. ഒരിക്കൽ കൂടി ഇവിടെ ചോദിച്ചതനുസരിച്ച് എൻ്റെ യൂട്യൂബ് ചാനലിന്റെ പേര് ജസ്റ്റിൻസ് ഹബ് എന്ന്, JUSTIN_,
ജസ്റ്റിൻസ് ഹബ്, HUB, ജസ്റ്റിൻസ് ഹബ് എന്നാണ്. അപ്പൊ നിങ്ങൾ അതിൻ്റെ അകത്ത് കയറുക, വീഡിയോസ് ഒക്കെ കാണുക. എനിക്ക് തോന്നുന്നു 2 മിനിറ്റ് സമയം കൂടിയാണ് ഇനിയുള്ളത്. എല്ലാവരും ഒന്നുകൂടി ഒന്ന് കണ്ണടയ്ക്കാമെങ്കിൽ ഞാനൊരു ചെറിയൊരു മെഡിറ്റേഷനും കൂടി നിങ്ങളെ മെഡിറ്റേഷനിലൂടെ കടത്തിവിടാം. ഓക്കെ, സ്വസ്ഥമായിട്ടിരിക്കുക. സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു, വിടുന്നു. ഡീപ് ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. ഈ സമയത്ത് ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ നിങ്ങൾ മനസ്സിൽ റിപ്പീറ്റ് ചെയ്യണം. ഞാൻ പറയുന്നത് പോലെ തന്നെ റിപ്പീറ്റ് ചെയ്താൽ മതി. ഞാൻ ഒരുപാട് കഴിവുള്ള വ്യക്തിയാണ്. ഞാൻ പൂർണ്ണമായിട്ടും ഹെൽത്തിയാണ്. ഞാൻ ഈ പറയുന്നത് തന്നെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്താൽ മതി. എൻ്റെ ജീവിതം ഒരുപാട് സന്തോഷം നിറഞ്ഞതാണ്. എൻ്റെ ജീവിതത്തിൽ വലിയ ലക്ഷ്യങ്ങളുണ്ട്. ഞാനത് നേടിയെടുത്തുകൊണ്ടേയിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ വലിയ ലക്ഷ്യങ്ങളുണ്ട്. ഞാനത് നേടി എടുത്തുകൊണ്ടേയിരിക്കുന്നു. ഞാൻ ഒരുപാട് സന്തോഷം അനുഭവിക്കുന്ന വ്യക്തിയാണ്. ഒരുപാട് സന്തോഷം അനുഭവിക്കുന്ന വ്യക്തിയാണ്. എനിക്ക് എല്ലാവരെയും ഇഷ്ടമാണ്. എല്ലാവർക്കും എന്നെയും ഇഷ്ടമാണ്. ഞാൻ വളരെ സക്സസ്ഫുൾ ആണ്. ഐ ആം എ സക്സസ്ഫുൾ പേഴ്സൺ. ഐ ആം എ സക്സസ്ഫുൾ പേഴ്സൺ. എന്നിട്ട് മനസ്സിൽ ഇങ്ങനെ ഒന്ന് കാണുക, ചിത്രമായിട്ട് കാണുക. എല്ലാവരും നമ്മളെ സ്നേഹിക്കുന്നു. നമുക്കും എല്ലാവരെയും ഇഷ്ടമാണ്. നമ്മൾ വളരെയധികം സക്സസിലേക്ക് എത്തിച്ചേരുന്നു. അതുകൂടി മനസ്സിലൊന്ന് കാണുക. പ്രപഞ്ചത്തിന് നന്ദി പറയുക. താങ്ക് യു സോ മച്ച്. കണ്ണു തുറക്കുക, കൈകളൊന്ന് കൂട്ടിത്തിരുമുക. നന്നായിട്ട് കൈകളൊന്ന് കൂട്ടിത്തിരുമുക. എന്നിട്ട് ആ കൈകൾ മുഖത്തൊന്ന് വെക്കുക. ഒരു ചെറിയൊരു മെഡിറ്റേഷൻ. ഓക്കെ, എപ്പോഴും ഒരു കാര്യം കൂടി ഓർക്കുക. നമ്മൾ എപ്പോഴും പ്രപഞ്ചത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. നന്ദിയുടെ മനുഷ്യരായിട്ട് നമുക്ക് ജീവിക്കുവാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ഈ വാക്കുകളോടെ ഞാൻ എൻ്റെ ഈ ചെറിയ സെഷന് അവസാനിപ്പിക്കുകയാണ്. 2 ഇൻഫർമേഷൻ കൂടി ജസ്റ്റ് തരികയാണ്. നമ്മുടെ ഒരു ക്യാമ്പ്, കുട്ടികളുടെ ക്യാമ്പ് ഏപ്രിൽ മാസം 9, 10, 11 തീയതികളിൽ ലേബർ ഇന്ത്യ ക്യാമ്പസിൽ വെച്ച് മരങ്ങാട്ടുപള്ളിയിൽ നടക്കുന്നുണ്ട്. എല്ലാ വർഷവും നമ്മൾ നടത്തുന്ന ക്യാമ്പാണ്. നിങ്ങളുടെ കുട്ടികളെയൊക്കെ പറഞ്ഞു വിടണമെന്ന് താല്പര്യപ്പെടുന്നു. 9, 10, 11 തീയതികളിലാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാം. എൻ്റെ പേരിന്റെ അടുത്ത് തന്നെ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. 9847031166. ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട സുഭാഷിനോടുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഒരുപാട് നന്ദി ചെയർമാനെ എന്നെ വിളിച്ചതിന്. അതോടൊപ്പം തന്നെ ഇസഡ്ബിയോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഹിഷാമിനോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്ത സോണുകളിൽ നിന്നായിട്ട് ഇവിടെ എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ സോൺ 28-ലെ എല്ലാവർക്കുമുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു ജസ്റ്റിൻ സർ. വളരെ രസകരമായിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നതിന് ഹൃദയം നിറഞ്ഞ സ്നേഹവും നന്ദി അറിയിക്കുന്നു. ഓപ്പൺ ഫോറം ഫോർ ഫീഡ്ബാക്ക്. Thank you, Dr. Justin, for എന്താ പറയാ, ഒരു വിഭവ സമൃദ്ധമായ സദ്യ രാവിലെ തന്നെ കഴിച്ച ഒരു പ്രതീതിയാണ്. വളരെ കുറഞ്ഞ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ, എന്നാ വെറും കാര്യങ്ങളല്ല, നമ്മൾ അറിയുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ. ഒരുപാട് താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നന്ദി. ഞാൻ മെസ്സേജസ് കാണുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ഇനി ആരെങ്കിലും ഉണ്ടോ? ഫീഡ്ബാക്ക് പറയുന്നുണ്ടോ? ഹലോ, ഗുഡ് മോർണിംഗ്. പറയൂ സർ. മോർണിംഗ് ജസ്റ്റിൻ സാർ. നമസ്കാരം. ZTWS കഴിഞ്ഞതിന് ശേഷം സാറിന്റെ വോയിസ് ഇത്ര വളരെ മനോഹരമായിട്ടുള്ള സെഷൻ കുറെ കാലത്തിന് ശേഷമാണ് ഈ ശബ്ദം കേൾക്കുന്നത്. വളരെ സന്തോഷം തോന്നുന്നു. കാരണം ജസ്റ്റിൻ സാറിനെ സംബന്ധിച്ചിടത്ത് പറയുകയാണെങ്കിൽ ഞങ്ങൾ അന്നേ അനുഭവിച്ചതാണ്.
പിന്നെ ഒരു എൻസൈക്ലോപീഡിയയാണ് സാറ്. പ്രസന്റേഷൻ രംഗത്തും അതേപോലെ തന്നെ ഇൻഫർമേഷൻ രംഗത്തും ബ്ലെൻഡ് ഓഫ് ബോത്ത് സാറ് ചെയ്യുന്നത് ഒരു വല്ലാത്തൊരു വലിയ എന്താ പറയാ, അത്രമാത്രം നമുക്ക് എന്തെങ്കിലുമൊക്കെ തൂക്കിക്കൊണ്ടു പോകാനുണ്ടായിരിക്കും. അത്രമാത്രം ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് ഞങ്ങൾക്ക് നൽകിയ ഒരു സെഷൻ വളരെ മനോഹരമായിരുന്നു. ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സാർ. സാർ നവാസാണ്. വണ്ടർഫുൾ സെഷൻ ആയിരുന്നു സാർ. ഞാൻ കുറച്ച് വൈകി സാർ കാണാന്. ഇത് വല്ലാത്തൊരു എന്താ പറയാ നഷ്ടബോധം. സാറിനെ വീണ്ടും കാണാൻ പറ്റിയത് ഭയങ്കര സന്തോഷം. നല്ല ലാസ്റ്റ് സെഷനൊക്കെ ഭയങ്കര അനുഭവമായിരുന്നു. ഓസം. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇനി ആരും ഫീഡ്ബാക്കിന് ഇല്ലാതെ തോന്നുന്നു. അതിലുണ്ടെങ്കിൽ പറയാം. I request Zone Trainer Provincial Srijit Tavanur to propose vote of thanks. Srijit sir. Thank you, Chairman. Subhash sir, thank you very much. Justin sir, good morning. Good morning. Okay. ഏതായാലും ഇന്നത്തെ ഈ ട്രെയിനിങ്ങിന്റെ ആ ഒരു സാറിന് വളരെ കുറച്ച് സമയത്തുള്ള ഒരു മാസ്മരികത നമ്മളെല്ലാം ശരിക്കും അനുഭവിച്ച് കൊണ്ടിരിക്കുന്നതാണ്. എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് നിത്യജീവിതത്തില് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് സാർ പറഞ്ഞത്. അതൊന്നും ഇന്നത്തെ ആ ഒരു സാരാംശം എനിക്ക് കിട്ടിയ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, പുല്ലും നെല്ലും നന്നായി വളരും. പുല്ല് എന്നുള്ളത് നമ്മൾ പ്രത്യേകിച്ച് ഒരു പരിപാലനവും നട്ടുനനയ്ക്കലിന്റെ ഒരു ആവശ്യമില്ല. അത് മനസ്സിലെ ഒരു അഹന്തയുടെ ലക്ഷണമാണ് ആ വളർച്ച. പക്ഷെ നെല്ല് വളരണമെങ്കിൽ നമ്മൾ കൃത്യമായി പരിപാലനവും നട്ടു നനച്ചാൽ മാത്രമേ നെല്ല് വളരുകയുള്ളൂ. എനിക്ക് തോന്നുന്നത് സാർ ഇന്ന് നമുക്ക് എല്ലാവർക്കും ഒരുപാട് നെൽമണികളാണ് ഇന്നത്തെ ഈ പ്രഭാതം നമുക്ക് സമ്മാനിച്ചത് എന്നുള്ളതാണ്. അതിലുപരി ട്രെയിനേഴ്സ് ആർ നോട്ട് എ കിങ് എന്ന് നമ്മൾ പറയാറുണ്ട്. ട്രെയിനേഴ്സ് ആർ നോട്ട് എ കിങ്, ദേ ആർ കിങ് മേക്കേഴ്സ്. ഞാൻ പറയാൻ കാരണം എൻ്റെ സ്പീച്ച് ക്രാഫ്റ്റിന്റെ ഗുരുവാണ്, അതിലുപരി ZTWSന്റെ ഗുരുവാണ് എന്നുള്ളതാണ്. ഞാൻ ഈ കഴിഞ്ഞ ZTWS പാലക്കാട് വെച്ച് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിനു മുന്നേ നമ്മൾ ഒരുപാട് ട്രെയിനിങ്ങൾ എടുത്തിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ആ ZTWS അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ് ഇതുവരെ ചെയ്തൊന്നും ട്രെയിനിങ് അല്ല എന്നുള്ള ആ ഒരു തിരിച്ചറിവ് കിട്ടി എന്നുള്ളതാണ് എന്റെ വാസ്തവം. ZTWS കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് എൻ്റെ ഒരു ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് എന്നെ ഒരു പാർട്ടി കോണ്ടാക്ട് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര അങ്കലാപ്പായിരുന്നു. കാരണം എങ്ങനെ ട്രെയിനിങ് എടുക്കണം എന്നുള്ളത്. കാരണം അതിനു മുന്നേ ഒരുപാട് ട്രെയിനിങ് എടുത്തിട്ടുണ്ട്. അതിന് മുന്നേ എടുത്ത ട്രെയിനിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളെ വൈദ്യര് പശുവിനെ തല്ലുന്ന സംഭവമുണ്ട്. നമുക്ക് പ്രത്യേകിച്ച് വൈദ്യത്തരൊന്നും അറിയില്ല, അതുകൊണ്ട് പശുവിനെ നന്നായി തല്ലിയിട്ട് പശുവിനെ ഓടിക്കും. പക്ഷെ ZTWS കഴിഞ്ഞപ്പോഴാണ് ഇനി എങ്ങനെ ഈ ട്രെയിനിങ് എടുക്കും എന്നുള്ളൊരു വ്യാകുലത ഉണ്ടായിരുന്നതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഫസ്റ്റ് ട്രെയിനിങ് എനിക്കൊരു കുമ്പിടി, പാലക്കാട് ജില്ലയിലാണ് ഒരു ട്രെയിനിങ് എന്ന് പറയാൻ പറ്റിയ ഒരു സ്പീച്ച് ആയിരുന്നു. കുമ്പിടിയിൽ വെച്ചിട്ട് പാലക്കാട് ജില്ലയിൽ വെച്ചാണ് ഒരു SLC കുട്ടികൾക്ക് ഒരു അനുമോദന ചടങ്ങായിരുന്നു. അതിന് എന്ത് പറയണമെന്ന് എനിക്ക് തീരെ അറിയില്ല. ഉടനെ ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റിൻ സാറെ വിളിച്ചു. ഞാൻ ഭയങ്കര വ്യാകുലതയോടെ വിളിച്ചു, കാരണം സാറ് ഭയങ്കര ബിസിയാവും. സാറ് ജസ്റ്റ് ഒന്ന് പറയാന്ന് കരുതിയിട്ട് സാറിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു, സാർ ഓർക്കുന്നുണ്ടോ എനിക്കറിയില്ല. സാറിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു, സാറ് ZTWS കഴിഞ്ഞ ശേഷം ഫസ്റ്റ് ട്രെയിനിങ് ആണ്. അപ്പൊ സാർ ചോദിച്ചു എന്താണ് കണ്ടന്റ് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു SLC കുട്ടികൾക്കുള്ള ഒരു അനുമോദനാണ്, A+ കിട്ടിയ അനുമോദനാണെന്ന് പറഞ്ഞു. ആ ഒരു ഞാൻ സാർക്ക് തീരെ സമയമില്ലാന്ന് കരുതിയിട്ടാണ് ഞാൻ സാറെ വിളിച്ചത്. പക്ഷെ എന്റെ അടുത്ത് ഞാൻ ഓഫീസിൽ ഇരുന്നുകൊണ്ട് വിളിച്ചത്. സാർ ഒരു 1/2 മണിക്കൂറിനടുത്ത് എന്റെ അടുത്ത് സംസാരിച്ചു എന്നുള്ളതാണ്. അത് ഒരുപാട് പോയിന്റ് എന്നോട് പറഞ്ഞു, ശ്രീത്ത് ഒരു കാര്യം ചെയ്യും, ശ്രീത്ത് തിരക്കിലാണോ? ഞാൻ സാറ് തിരക്കിലാണോ ഞാൻ ചോദിക്കുന്നത്. സാറിന്റെ അടുത്ത് നോക്കി ശ്രീത്ത് തിരക്കിലാണോ എന്നുള്ള. എന്നിട്ട് ഏകദേശം 1/2 മണിക്കൂർ ഞാനും സാറുമായി സംസാരിച്ചു. ഒരുപാട് പോയിന്റുകൾ എന്നോട് പറഞ്ഞ് എഴുതിയെടുത്തോളാം പറഞ്ഞു. അങ്ങനെ എഴുതിയെടുത്ത് ആ പോയിന്റുകൾ അവിടെ വെച്ച് നന്നായിട്ട് നമ്മളെ കൊടുത്തു എന്നുള്ളതാണ്. ഏതായാലും സാറ് വീണ്ടും കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ നെക്സ്റ്റ് വീക്കിൽ സാറ് OBT ട്രെയിനിങ് ഉണ്ട്, ഞാൻ അറിഞ്ഞു. Zone 21 ഇല്ല സാർ, അതിനെ കുറിച്ച് ഒരു 2 വാക്ക് പറയാൻ. നമ്മളിതിൽ ഒരുപാട് പ്രൊഫഷണൽ ട്രെയിനേഴ്സിന് അവർക്കും കൂടി കുറച്ച് കാര്യമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നത്. സാർ പറയുകയാണെങ്കിൽ. ഓക്കെ സാർ. OBT ട്രെയിനിങ് നടക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള OBT ആക്ടിവിറ്റീസ് ആയിരിക്കും അതിൻ്റെ അകത്ത് ഉണ്ടാവുക. 2 കാര്യങ്ങളാണ് ഞാൻ അതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും മനസ്സിൽ വെച്ച് ചെയ്യുക. ഒന്നെന്ന് പറയുന്ന ട്രെയിനേഴ്സിന് കുറേയധികം ഇൻപുട്സ് കൊടുക്കുക. എങ്ങനെയാണ് OBT ട്രെയിനിങ് എടുക്കേണ്ടത്, എങ്ങനെയാണ് ഗെയിമുകൾ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം. രണ്ടാമത്തേത്
മറ്റു പാർട്ടിസിപ്പൻസ് ഉണ്ട്, ട്രെയിനേഴ്സ് അല്ലാത്ത പാർട്ടിസിപ്പൻസ് ഉണ്ട്, അവർക്കും കൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ. അങ്ങനെ രണ്ടു കൂട്ടരെയും ഒരുപോലെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും. ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാം. ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉള്ള ആക്ടിവിറ്റീസ് ഒന്നും ആയിരിക്കുകയില്ല. എന്നാൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും കാര്യങ്ങൾ മുമ്പോട്ട് പോവുക. എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു സാർ. അപ്പോ ഈ ഒരു സോൺ 28ന്റെ എല്ലാവിധ ആശംസകളും, അതിലുപരി സാർക്ക് ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് ഒരു ചവിട്ടുപടികൾ താണ്ടി എത്താൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഇവിടെ പങ്കെടുത്ത എല്ലാ നോൺ ജേസി സുഹൃത്തുക്കൾക്കും നല്ലൊരു ദിവസമായി തീരട്ടെ നമ്മുടെ ഈ പ്രഭാതം എന്നുള്ളത്. അതിലുപരി നമ്മുടെ സോണിന്റെ ഇന്നത്തെ നമ്മുടെ ഈ ട്രെയിനിങ്ങിന്റെ നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന സുഭാഷ് സാർ, ചിത്ര മേഡം, ഷിഷാം സാർ, എല്ലാവർക്കും എന്റെ ഹൃദയത്തിൽ നിന്നും ഒരുപാട് നന്ദി. താങ്ക് യു വെരി മച്ച്. Thank you, Sridhara. The 7 AM Morning Drive online program is hereby adjourned and have a good day to all. നാളെ കാണുന്നവരെല്ലാവർക്കും ബൈ. താങ്ക് യു സോ മച്ച്.